2K കിഡ്സ് അവരുടെ ഫുഡ് ഹാബിറ്റിന്റെ കാര്യത്തിൽ വളരെയധികം പിന്നോക്കമാണ് കേട്ടോ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സമയമൊന്നുമില്ല ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന്. വിശക്കുവാണെങ്കിൽ ഫുഡ് കഴിക്കുകയില്ല, ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്, അതും ഹൈ കാലറി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡും. ഇങ്ങനെയുള്ള ഒരു ഹാബിറ്റിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ കൂടും. അതുപോലെ തന്നെ അൾസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുടല് ഒട്ടിപ്പോകും. തന്മൂലം വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കാം. വിശക്കുമ്പോൾ ചെറിയ അളവിലെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പം നമുക്ക് വിശക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് ഒരു സിഗ്നൽ സ്റ്റൊമക്കിലോട്ട് നൽകും. അതായത് വിശക്കുന്നുണ്ട്, ഇപ്പോൾ ഫുഡ് വരും, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റൊമക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും. ഫുഡ് വരുമെന്ന് വിചാരിച്ച് സ്റ്റൊമക്ക് ഇങ്ങനെ കാത്തിരിക്കും, പക്ഷെ വരുന്നില്ല. കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്യും, എന്നിട്ടും ഫുഡ് എത്തുന്നില്ല. അതുകൊണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യാം? മേപ്പോട്ട് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അസിഡിറ്റി, ബ്ലോട്ടിംഗ് ഒക്കെ വരും. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കണ്ടിന്യൂസ് പോവാണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് വിശക്കുന്ന സമയമാകുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും, വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഫുഡ് എത്തുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും, ഇത് പറ്റിക്കൽസ് ആണ്, അതുകൊണ്ട് ഇനി ആസിഡും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ബ്രെയിൻ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ബ്ലോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്, ഫുഡ് ഹാബിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ആസിഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാവും, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടിന്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൊമക്ക് തന്നെ അപ്സെറ്റ് ആവും. പിന്നീട് ഫുഡ് കഴിക്കുന്ന അവസ്ഥ വരികയാണെങ്കിലും നിങ്ങൾക്ക് പറ്റില്ല. ഫുഡ് ചെറിയൊരു കാലയളവിലല്ല കേട്ടോ ഞാൻ പറഞ്ഞു, കുറേ വർഷങ്ങൾ എടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫുഡ് ഹാബിറ്റ് ആദ്യമേ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി.